കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോ നമ്മുടെ സ്നേഹരാജാവാണ്. സ്നേഹരാജാവായ ഈശോ ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഹൃദയത്തിൽ ഇപ്രകാരമൊരു മന്ത്രം ഏറ്റുപറയാം. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോ എത്രമാത്രം നല്ല ഒരു സ്നേഹിതനാണെന്ന് മനസ്സിൽ ധ്യാനിച്ച്, ഈശോ എൻ്റെ കൂട്ടുകാരനാണ്, ഈശോ എൻ്റെ ഒരു നല്ല സ്നേഹിതനാണ്. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നേരെ ഇരിക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം പറയാം. സ്നേഹരാജാവായ ഈശോയെ, സ്നേഹിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ അങ്ങയെ 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 സ്നേഹിക്കുന്നു. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നതാണ് എൻ്റെ ശക്തി. ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നതാണ് എൻ്റെ ബലം. ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നതാണ് എൻ്റെ ആനന്ദം. ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നതാണ് എൻ്റെ സൗഖ്യം. ഈശോ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുമ്പോൾ, ഞാൻ അനുഭവിക്കുമ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോയുടെ സ്നേഹത്തിൻ്റെ സുഗന്ധമുള്ള ശ്വാസമാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. ഈ ആലയം നിറയെ തുടർച്ചയായ യേശുനാമ ജപത്തിൻ്റെ ശബ്ദതരംഗങ്ങളാണ്. ദൈവാരാധനയുടെ, ദൈവസ്തുതികളുടെ ശബ്ദതരംഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷ വായുവിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഈ അന്തരീക്ഷത്തിന് യേശുനാമത്തിൻ്റെ സുഗന്ധമുണ്ട്, യേശുനാമത്തിൻ്റെ പ്രകാശമുണ്ട്, യേശുനാമത്തിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി സൗഖ്യദായകമാണ്. ആ ചൈതന്യം ശാന്തിദായകമാണ്. അത് കരുണയുടെ ചൈതന്യമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ ഉള്ളിൽ കലുഷിതമായി കിടക്കുന്ന നമ്മുടെ ശ്വാസം അത് പുറത്തേക്ക് പോകട്ടെ. നമ്മുടെ ഉള്ളിലുള്ള ശ്വാസം പ്രകാശമില്ലാത്തതായിരിക്കാം, സുഗന്ധമില്ലാത്തതായിരിക്കാം, കലുഷിതമായിരിക്കാം, കലങ്ങി മറിഞ്ഞ് കിടക്കുന്നതായിരിക്കാം. അത് പുറത്തേക്ക് നിശ്വസിക്കാം. ഈശോയുടെ തെളിഞ്ഞ ശുദ്ധമായ സുഗന്ധമുള്ള മധുരമുള്ള
പ്രകാശമുള്ള യേശുനാമത്തിൻ്റെ ശക്തിയുള്ള ശ്വാസം ഈ അന്തരീക്ഷ വായു ഉള്ളിലേക്ക് സ്വീകരിക്കാം. അനേകരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണിത്. അനേകരിലേക്ക് ഇപ്പോൾ ഇവിടെയും ഓൺലൈനിലുമായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകരിലേക്ക് ദൈവകൃപ ഒഴുകിയിറങ്ങുന്ന ഒരു അത്ഭുത സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ അത്ഭുത സമയം ഈശോയുടെ സൗഹൃദം നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. സ്നേഹിതനായ ഈശോയോട് കൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയമാണ്. സ്നേഹിതനായ ഈശോയുടെ മടിത്തട്ടിൽ നമ്മൾ തല ചായ്ക്കുന്ന സമയമാണ്. ഈശോ എൻ്റെ ഏറ്റവും അടുത്ത ആത്മമിത്രമാണെന്ന് നമ്മൾ അനുഭവിക്കുന്ന സമയമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. മന്ത്രം ഏറ്റുചൊല്ലാൻ. എൻ്റെ സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം ഒരുമിച്ച് പറയാം. എൻ്റെ സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് എപ്രകാരമുള്ള സ്നേഹിതനാണ് ഈശോ എന്ന് മനസ്സിൽ ധ്യാനിക്കുക. ഒരിക്കലും അകന്നു പോകാത്ത സ്നേഹിതനാണ് ഈശോ. ഒരിക്കലും അകന്നു പോകാത്ത, ഒരിക്കലും പരാജയപ്പെടാത്ത, ഒരിക്കലും എന്നെ ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ് ഈശോ. He never fails എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. Jesus is a friend who never fails. ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ച് കളയാത്തവൻ, എല്ലാ സാഹചര്യങ്ങളിലും നമ്മോട് കൂടെ നിൽക്കുന്നവൻ, നമ്മെ സഹായിക്കുന്നവൻ, നമ്മെ പ്രചോദിപ്പിക്കുന്നവൻ. ഈശോയെ പോലെ ഒരു സ്നേഹിതൻ എനിക്കുള്ളത് എൻ്റെ ഭാഗ്യമാണ്. What a friend we have in Jesus. Everything to share. What a privilege to carry everything to God in prayer. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. സ്നേഹരാജാവായ ഈശോയെ, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മറ്റൊരു സ്നേഹിതനില്ല. എന്നെ ഇത്രമാത്രം അറിയുന്ന മറ്റൊരു സ്നേഹിതനില്ല. എന്നെ ഇത്രമാത്രം ചേർത്ത് പിടിക്കുന്ന മറ്റൊരു സ്നേഹിതനില്ല. ഞാൻ ആരുമായിക്കൊള്ളട്ടെ, ഏത് പ്രായത്തിലുള്ള ആളുമായിക്കൊള്ളട്ടെ, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന മറ്റൊരു സ്നേഹിതനില്ല. എൻ്റെ ജീവിത പങ്കാളിക്ക് ഈശോ എന്നെ അറിയുന്നത് പോലെ അറിയാൻ പറ്റുകയില്ല. എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ഈശോ എന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കാൻ കഴിയുകയില്ല. ഈശോ എൻ്റെ ഉള്ളറിയുന്നത് പോലെ എൻ്റെ ഉള്ളറിയാൻ കഴിയുകയില്ല. എൻ്റെ മക്കൾക്ക് ഈശോ എന്നെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കാം, യുവാവോ യുവതിയോ ആയിരിക്കാം,
കുടുംബജീവിതം നയിക്കുന്ന ഒരാളാകാം, സന്യാസ ജീവിതം നയിക്കുന്ന ഒരാളാകാം, ആരുമാകാം. മധ്യവയസ്സിലോ വാർദ്ധക്യത്തിലോ ആയിരിക്കാം. ഈശോ എന്നെ അറിയുന്നത് പോലെ, ഈശോ എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ വേറൊരാൾ ഈ ഭൂമിയിലില്ല. ഇത്രയും മാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയാകുന്ന സ്നേഹിതനോട് ഞാൻ സ്നേഹം പുലർത്താതെ, മമത കാണിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. സ്നേഹരാജാവായ ഈശോയെ, നിന്റെ കരുണയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞ് നമുക്ക് ഈശോയുടെ നല്ല സ്നേഹിതരായി തീരാൻ, നല്ല സ്നേഹിതരായി രൂപാന്തരപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ് ഡേ വിത്ത് ജീസസ്. ഈശോയുമായിട്ടുള്ള എൻ്റെ സൗഹൃദത്തെ ആഘോഷിക്കുകയും അതിനെക്കുറിച്ച് പര്യാലോചിക്കുകയും ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ. ഈശോ നമ്മെ ഈ ദിവസത്തിലേക്ക്, ഈ മണിക്കൂറുകളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈശോയുടെ സ്നേഹത്തെ ആസ്വദിക്കാൻ, ഈശോയുടെ സ്നേഹത്തെ ധ്യാനിക്കാൻ, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പഠിക്കാൻ, ഈശോയുടെ സൗഹൃദത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈശോ നമ്മെ അമ്മ തെരേസയുടെ മധ്യസ്ഥതയിലൂടെ, പഠനങ്ങളിലൂടെ ക്ഷണിക്കുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഹൃദയത്തിൽ ഒരേ ഒരാഗ്രഹം, എനിക്ക് ഈശോയുടെ ആത്മമിത്രമാകണം. ഹൃദയത്തിൽ ഏറ്റവും ഉദാത്തമായി ഉയർന്നു നിൽക്കുന്ന ഒരാഗ്രഹം, എനിക്ക് ഈശോയുടെ ആത്മമിത്രമാക്കണം. ഏറ്റവും അടുത്ത സ്നേഹിതനാകണം, സ്നേഹിതയാകണം. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലാം. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരുമിച്ച്. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. 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 കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈശോയുടെ ആ സ്നേഹത്തെ നമ്മൾ പരിഗണിക്കാതെ പോകുന്നതാണ്, അവഗണിക്കുന്നതാണ് നമ്മുടെ പാപം. അത് മാത്രമല്ല, ഈശോയുടെ സ്നേഹത്തിനെതിരെ, ഈശോയുമായിട്ടുള്ള സൗഹൃദത്തെ തുരങ്കം വയ്ക്കുന്ന പല പ്രവർത്തികളും നമ്മൾ ചെയ്യുന്നു. പല ചിന്തകളും, പല വാക്കുകളും, പല ജോലികളും നമ്മുടെ ഈശോയുമായിട്ടുള്ള നമ്മുടെ സൗഹൃദത്തെ തകർക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് വിള്ളൽ വരുത്തുന്നതാണ്. ഈശോയുമായിട്ടുള്ള നമ്മുടെ അടുപ്പത്തെ ഇല്ലാതെയാക്കുന്നതാണ്, നമ്മെ ഈശോയിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ. നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മെ ഈശോയുമായി അകറ്റുന്നു. ഈശോയുമായി അകറ്റുന്ന പ്രവർത്തികളെയാണ് പാപം എന്ന് വിളിക്കുന്നത്. ഈശോയുമായി നമ്മെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളെയാണ് പുണ്യം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഈശോയിൽ നിന്ന് നമ്മെ അകറ്റുന്ന വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, വസ്തുക്കളാകാം, എന്തുമാകാം, അതെല്ലാം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുക എന്നതാണ് ആത്മീയതയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഈശോയിൽ നിന്ന് നമ്മെ അകറ്റുന്നത് എന്താണോ അത് നമ്മിൽ നിന്ന് ഉരുക്കി മാറ്റപ്പെടാൻ. ഉലയിൽ സ്വർണ്ണമൊരുക്കുമ്പോൾ, അലോഹമൊരുക്കുമ്പോൾ അതിൻ്റെ തിളക്കത്തിന് ചേരാത്തതായി അതിലുള്ളതെല്ലാം ഉരുക്കി മാറ്റപ്പെടുന്നു. ഉരുക്കൽ പ്രക്രിയ
അതിന് കിട്ടമെടുത്ത് മാറ്റുന്ന, അതിന് ചേരാത്തതായി ഉള്ള എല്ലാം എടുത്തു മാറ്റുന്ന ഒരു ഉരുക്കൽ പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണുകൾക്ക് ഒരു ഉരുക്കൽ ആവശ്യമുണ്ട്. നമ്മുടെ കാത് ഉരുക്കി പുതിയ കാതാക്കി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ അധരം ഉരുക്കി പുതിയ നാവാക്കി മാറ്റേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം ഉരുക്കി പുതിയ ഹൃദയമാക്കി ഈശോയ്ക്ക് ചേരാത്തതെല്ലാം ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി പുതിയ ഹൃദയമാക്കി മാറ്റേണ്ടതുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഒരു ഉരുക്കൽ പ്രക്രിയയിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഈ ഉരുക്കൽ നടക്കുന്നത് സ്നേഹത്തിന്റെ അഗ്നിയിലാണ്, സ്നേഹജ്വാലയിലാണ് നമ്മുടെ ഹൃദയം ഉരുക്കപ്പെടുന്നത്. നമ്മുടെ കണ്ണിൽ നിന്ന് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ചകളെല്ലാം ഒരുക്കി മാറ്റപ്പെടുന്നത് ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ അഗ്നിയിലും നമുക്ക് ഈശോയോടുള്ള സ്നേഹത്തിന്റെ ജ്വാലയിലുമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കണം. നമ്മൾ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് കാണാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. നമ്മൾ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് സംസാരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. നമ്മൾ എത്രമാത്രം ഈശോയെ സ്നേഹിക്കുന്നുണ്ട്, അത്രമാത്രം ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. ഈശോയോടുള്ള സ്നേഹത്തിന്റെ ജ്വാല നമ്മുടെ കണ്ണുകളെ, കാതുകളെ, ഹൃദയത്തെ, അധരത്തെ, പഞ്ചേന്ദ്രിയങ്ങളെ, അവയവങ്ങളെ, ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ, ആന്തരികമായ ഇന്ദ്രിയങ്ങളെ ഇപ്പോൾ നവീകരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഏറ്റു പറയാം. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം ഒരുമിച്ച് പറയാം. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. 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 പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ, പാപിയാണു ഞാൻ ഈശോയെ. 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 കരങ്ങൾ ഉയർത്തി വീശി. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു.
ഒരിക്കൽ കൂടെ പാടാം. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. കരങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കുന്നു ഈശോയേ. ഓരോരുത്തരുടെയും ശബ്ദം അടുത്ത് നിൽക്കുന്ന 10 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ വിളിക്കുന്നു. ഹൃദയമുരുകി വിളിക്കുന്നു. സ്നേഹിതനായവന്റെ നാമം വിളിക്കുന്നു. 50 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ വിളിക്കട്ടെ. 1000 പേർക്ക് കേൾക്കാൻ പറ്റുന്ന കൃപയോടെ വിളിക്കട്ടെ. സർവശക്തിയോടെ വിളിക്കട്ടെ. സ്നേഹരാജാവായ ഈശോയേ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. ക്ഷമിക്കണമേ, പൊറുക്കണമേ, എന്നപരാധം ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ, പൊറുക്കണമേ, എന്നപരാധം ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ, പൊറുക്കണമേ, എന്നപരാധം ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ, പൊറുക്കണമേ, എന്നപരാധം ക്ഷമിക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. സ്നേഹരാജാവായ ഈശോയെ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, സ്തുതി. വിളിക്കുന്നു ഈശോയേ. മടി കൂടാതെ വിളിക്കട്ടെ, മടുപ്പ് കൂടാതെ വിളിക്കട്ടെ, ചങ്ക് പൊട്ടി വിളിക്കട്ടെ, അധരം തുറന്ന് വിളിക്കട്ടെ, സ്വർഗം തുറക്കപ്പെടട്ടെ, ഹൃദയൊരുകട്ടെ. ഹല്ലേലൂയ, കരുണാമയനേ, കരുണാകടലേ, ഹല്ലേലൂയ, സ്നേഹരാജാവായ ഈശോയേ, ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. പടം സ്നേഹരാജാവായ
ഈശോയേ ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. കരുണാമയനേ കരുണാക്കടലേ കരുണാവാതിലേ ഈശോയേ കരുണാമയനേ കരുണാക്കടലേ കരുണാവാതിലേ ഈശോയേ കരുണാമയനേ കരുണാക്കടലേ കരുണാവാതിലേ ഈശോയേ കരുണാമയനേ കരുണാസാഗരേ കരുണാവാതിലേ ഈശോയേ സ്നേഹരാജാവായ ഈശോയേ കരുണയിൽ ആശ്രയിക്കുന്നു. സ്നേഹരാജാവായ ഈശോയേ ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. ഒരിക്കൽ കൊടുത്തണം. സ്നേഹരാജാവായ ഈശോയേ ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ മാർഗവും നീ എൻ സത്യവും നീ എൻ ജീവനും നീ ഈശോയേ എൻ മാർഗവും നീ എൻ സത്യവും നീ എൻ ജീവനും നീ ഈശോയേ എൻ മാർഗവും നീ എൻ സത്യവും നീ എൻ ജീവനും നീ ഈശോയേ എൻ മാർഗവും നീ എൻ സത്യവും നീ എൻ ജീവനും നീ ഈശോയേ സ്നേഹരാജാവായ ഈശോയേ ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. സ്നേഹരാജാവായ ഈശോയേ ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു. ഒരുമിച്ച് സ്നേഹരാജാവായ ഈശോയേ ഞാൻ നിൻ കരുണയിൽ ആശ്രയിക്കുന്നു.